ടിക്കറ്റ് റദ്ദാക്കുന്നതിൽ പുതിയ പരിഷ്കരണത്തിന് ഉത്തരവിട്ട ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾക്കാണ് ഇത് ബാധകം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 8 മണിക്കൂർ പോലുമില്ലാതെ ടിക്കറ്റ് റദ്ദാക്കിയാൽ ₹1 പോലും റീഫണ്ടായി ലഭിക്കില്ല. പുതുക്കിയ ഉത്തരവനുസരിച്ച് ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുതൽ 8 മണിക്കൂർ മുൻപ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ 50% ക്യാൻസലേഷൻ ചാർജായി ഈടാക്കും. ഇതിനു മുൻപ് കൺഫേം ടിക്കറ്റുകൾ ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടയിൽ റദ്ദാക്കിയാൽ 25% ക്യാൻസലേഷൻ ചാർജ് ഈടാക്കിയതിനു ശേഷം ബാക്കി റീഫണ്ട് നൽകുന്നതായിരുന്നു. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകളിൽ RAC ഉണ്ടാവില്ലെന്നും മിനിമം ചാർജ് ഈടാക്കുന്ന ദൂരം 400 കിലോമീറ്റർ ആയിരിക്കുമെന്ന് റെയിൽവേ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുക. 11-3 ടയർ AC കോച്ചുകൾ, 4-2 ടയർ AC കോച്ചുകൾ, ഒരു ഫസ്റ്റ് AC എന്നിങ്ങനെ 16 കോച്ചുകളാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുള്ളത്. ആകെ 823 യാത്രക്കാർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകും. മികച്ച യാത്രാനുഭവം കുറഞ്ഞ നിരക്കിൽ ദീർഘദൂര യാത്രകൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഈ അത്യാധുനിക സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയതിന് പിന്നിലുണ്ടെന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ്